ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ റീഡിംഗ് മുഴുവനുമായി കാണുക. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബേസിക്കലി നമ്മൾ നോക്കാൻ പോകുന്നത് ആളെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഓൾ അറൗണ്ട് എനർജി നമുക്ക് ലാസ്റ്റ് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു എനർജി നോക്കാം. ഫസ്റ്റ് കാർഡ് തന്നെ ദ ലവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഈ പേഴ്സൺ ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഒരുപാട് പ്രണയം ഈ വ്യക്തിക്ക് ആവശ്യമുണ്ട്. കാരണം ഈ വ്യക്തിക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സ്നേഹമായിക്കോട്ടെ, വാത്സല്യമായിക്കോട്ടെ, കരുതലായിക്കോട്ടെ, പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ ഈ പേഴ്സന് കിട്ടാതെ പോയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയാൻ തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണ് നിങ്ങൾ എപ്പോഴും ഈ പേഴ്സന്റെ കൂടെ വേണം എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രണയം ഈ വ്യക്തിക്ക് വേണം, നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിക്ക് വേണം. അതാണ് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളോട് പറയുവാനും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നല്ലൊരു വ്യക്തിയായിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് നോക്കാം എങ്ങനെയുള്ളതാണെന്ന്. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആ ഒരു ലവറായിട്ട്, ലവറിന്റെ ആ ഒരു പദവി, കാമുകൻ, കാമുകി, ഭർത്താവ്, ഭാര്യ, ഏതിതാണോ അത് വളരെയധികം സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം, ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. മുന്നോട്ട് വരുമ്പോൾ ഈ പേഴ്സൺ ഒരു റൂളിംഗ് എനർജി നിങ്ങളിലുണ്ട്. കാരണം നിങ്ങളെ റൂള് ചെയ്യണം, നിങ്ങളെ കൺട്രോൾ ചെയ്യണം, നിങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തണം. അങ്ങനത്തെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡും കൂടെ ഈ വ്യക്തിക്കുണ്ട്. അതിപ്പോ നമുക്ക് അത് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവരുടെ കേസിൽ അത് നെഗറ്റീവ് ആയിരിക്കാം. പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവരുടെ കേസിൽ അത് പോസിറ്റീവ് ആയിരിക്കാം. അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയാ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, നിങ്ങൾ വേറെ ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ഈ പേഴ്സണെ ചതിക്കാനോ പാടില്ല, നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ പാടില്ല എന്നിങ്ങനെയുള്ള ഒരു ചിന്താഗതി, ഒരു നിർബന്ധ ബുദ്ധി ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പല വിധത്തിലും നിങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളെ കൂട്ടിലടച്ച കിളിയെ പോലെ ട്രീറ്റ് ചെയ്യുക. പക്ഷെ അത് ഒരിക്കലും അത് നിങ്ങളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ സ്റ്റിൽ ഈ പേഴ്സണ് പേടിയുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യത്തില്. അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് ദ വാരിയർ ആണ്. ഈ പേഴ്സന്റെ ലൈഫില് ഈ പേഴ്സൺ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പേഴ്സന്റെ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് ഈ പേഴ്സൺ സ്വന്തമായിട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും മറ്റാരും ഫ്രീ ആയിട്ട് കൊടുത്തതോ അല്ലെങ്കിൽ ഒരു ഔദാര്യമായിട്ട് കൊടുത്തതോ അല്ല. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ പേഴ്സന്റെ പ്രയത്നം കൊണ്ടും കഷ്ടപ്പാട് കൊണ്ടും മാത്രമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് ഈ പേഴ്സണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു വാരിയർ ആയിട്ടുള്ള ഒരു എനർജിയാണ്
കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് ഈ പേഴ്സൺ ബോധേഡ് ആണ്. നിങ്ങളെ കാത്തു രക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കണം, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം. ഈ ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഹാപ്പിനെസ് ആണ്. അതായത് ഒരു വണ്ട് തൻ്റെ ആ ഒരു വണ്ട് അല്ലെങ്കിൽ പൂമ്പാറ്റ എന്തോ ആയിക്കോട്ടെ, അത് തൻ്റെ ഭംഗിയേറിയ പൂക്കളിൽ പോയി ഇരിക്കുമ്പോൾ, തേൻ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ തൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുമ്പോൾ ഈ പേഴ്സണ് ഹാപ്പിനെസ് ആണ്. അതായത് നിങ്ങളുടെ സംസാരമായിരിക്കാം, നിങ്ങളുടെ സ്വഭാവ രീതി ആയിരിക്കാം, നിങ്ങളുടെ വേ ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, എന്ത് നോക്കുകയാണെങ്കിലും വളരെ സന്തോഷത്തോടെയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളിലേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാപ്പിനെസ്, സന്തോഷം വിടർത്തുവാനും സന്തോഷം ഭയങ്കരമായിട്ട് ഉയർത്തിപ്പിടിക്കുവാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പുതിയ പുതിയ അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ജോലി സംബന്ധമായിട്ട് നോക്കുന്നതാകാം, അല്ലെങ്കിൽ വേറെ പല എന്താ പറയാ വേറെ പല ഇതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, ജോലി സംബന്ധമായിട്ടായിരിക്കാം, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഈ പേഴ്സൺ തേടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ജീവിത രീതികൾ, ഇതൊക്കെ ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എപ്പോഴും ഈ റിലേഷൻഷിപ്പ് വളരെ ഭംഗിയായിട്ട് നിലനിർത്തണം, എപ്പോഴും ഈ റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവായിട്ട് നിലനിർത്തണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പേഴ്സൺ ഉള്ളത്. അതുകൊണ്ട് എപ്പോഴും പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നോക്കി നിൽക്കുന്നതാണ് ഈ ഒരു വ്യക്തിയുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ, എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ തകർന്നു പോകാതെ അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഈ പേഴ്സൺ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ സ്നേക്ക് ആൻഡ് ദ ഫോൺ ആണ്. സ്റ്റാർട്ടിങ് ഓവർ ആണ്. സർപ്പസംബന്ധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ശത്രുപരമായിട്ടുള്ള കാര്യങ്ങൾ, ശത്രുതകൾ, അല്ലെങ്കിൽ ശത്രുക്കളുടേതായിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, ശത്രുക്കൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് ഉണ്ടാകാം. അപ്പോൾ അതിൽ നിന്നുമൊക്കെ വളരെയധികം മുക്തി നേടുന്ന രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. അതായത് സർപ്പങ്ങളുടെ ഒരു പ്രീതി, സർപ്പങ്ങളുടെ ഒരു അനുഗ്രഹം, അത് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അനുഗ്രഹങ്ങൾ നന്നായിട്ടുണ്ട്, സർപ്പങ്ങളുടെ പ്രത്യേകിച്ച് അനുഗ്രഹങ്ങൾ നന്നായിട്ടുള്ളത് കൊണ്ട് ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും ബ്രേക്ക് ഡൗൺ ആയി പോകില്ല. ഇപ്പൊ എത്രമാത്രം ബ്രേക്ക് ഡൗൺ ആയി പോയാലും വീണ്ടും വീണ്ടും കൂടി ചേർന്നുകൊണ്ടേയിരിക്കും. അതായത് വിത്ത് പാകി അത് വിത്തിൽ നിന്നും ഒരു വലിയൊരു ചെടി മുളച്ചു വരുന്നത് പോലെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പ്രയർ ആൻഡ് കണ്ടംപ്ലേഷൻ ആണ്, പ്രാർത്ഥനയാണ്. അതായത് ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രാർത്ഥന നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ, നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഒരു പരിധി വരെ ഈ റിലേഷൻഷിപ്പിനെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. വളരെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് ഇന്ന് പുഷ്പങ്ങളാൽ
വളരെയധികം എന്താ പറയാ മുന്നിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നു. ഇപ്പൊ റോസാപ്പൂ തന്നെ, ചുവന്ന റോസാപ്പൂ 2 2 കാർഡിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എനർജിയിലാണെങ്കിലും റോസാപ്പൂക്കളാണ് തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത്. 5 റോസാപ്പൂക്കളാണ്. അപ്പൊ വളരെയധികം പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് പോലും, അതിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് പോലും ഒരുപാട് എന്താ പറയാ പ്രണയത്തെയാണ്, അഗാധമായിട്ടുള്ള പ്രണയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ ദ സീക്രട്സ് ആണ് ഇതിന്റെ ഓവറോൾ എനർജി വന്നു കഴിയുമ്പോൾ. സംതിങ് ഈസ് ഹിഡൻ ഫ്രം യു, സം വൺ ഇസ്ന്റ് ബീങ് ട്രൂത്ത്ഫുൾ. ഇവിടെ ഏതോ ഒരു ചീറ്റിംഗ് എനർജി ഉള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാനാണ് കൂടുതൽ സാധ്യത. പക്ഷെ ആ തേർഡ് പാർട്ടി ചീറ്റ് ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഒരു ചീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ചീറ്റിംഗ് എനർജി എന്തായിരുന്നു എന്നുള്ളത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അതായത് അത് തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പോ എന്താ പറയാ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഈ പേഴ്സൺ മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് ഉറപ്പായിട്ടും അധികം വൈകാതെ ഈ പേഴ്സൺ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നതായിരിക്കും. അത് കൂടുതലും തേർഡ് പാർട്ടിയെ കുറിച്ച് തന്നെയാണ്. പക്ഷെ ആ തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എന്നാണ് കാണിക്കുന്നത്. സോളിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ കൂടെ ഇപ്പോൾ മറ്റു പല അനാവശ്യമായിട്ടുള്ള എനർജീസ് ഒന്നുമില്ല. ഇപ്പൊ വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, വേറെ ആൾക്കാര് അങ്ങനെയൊന്നും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. അതായത് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. സോളിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്കിവിടെ പറയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളിൽ പലവർക്കും സംശയം ഉണ്ടാകാം, ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെയാണോ, ഈ പേഴ്സന്റെ കൂടെ ആരൊക്കെയാണോ ഉള്ളത് എന്നുള്ളത്. പക്ഷെ ഈ പേഴ്സൺ ഇപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് കാണപ്പെടുന്നത്. കേരള കിട്ടിയിട്ടുണ്ട്. മേ ബി കേരളത്തിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും. 666699996 കിട്ടിയിട്ടുണ്ട്. ഏഞ്ചൽ നമ്പർ ആണ്. ഒക്ടോബർ 10 തൃശ്ശൂര്, കാർ ഡ്രൈവ്, 20-ാം തീയതി കാസർഗോഡ്, 15 ദിവസം, വീണ്ടും 15 തന്നെ കിട്ടിയിട്ടുണ്ട്. 1997. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.